സ്കാൻഡിനേവിയൻ ഡിഫൻസിൽ പലപ്പോഴും ബ്ലാക്ക് തുടക്കത്തിൽ തന്നെ ക്വീനെ പുറത്തേക്ക് കൊണ്ടുവരാറുണ്ട്. എന്നാൽ കൃത്യമായി കളിച്ചില്ലെങ്കിൽ ആ ക്വീൻ എളുപ്പത്തിൽ ട്രാപ്പിലാകാം. ഈ വീഡിയോയിൽ സ്കാൻഡിനേവിയൻ ഡിഫൻസിലെ ഏറ്റവും അപകടകരമായ ക്വീൻ ട്രാപ്പുകളിൽ ഒന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. വൈറ്റ് E4 കളിച്ച് കേന്ദ്രം നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു. അതിന് മറുപടിയായി ബ്ലാക്ക് D5 കളിച്ച് ഉടൻ തന്നെ കേന്ദ്രത്തെ വെല്ലുവിളിക്കുന്നു. ഇത് സ്കാൻഡിനേവിയൻ ഡിഫൻസ് എന്നറിയപ്പെടുന്ന ഒരു ആക്രമണാത്മക ഓപ്പണിംഗ് ആണ്. നൈറ്റ് F3 ഇവിടെയാണ് ബ്ലാക്ക് ആദ്യത്തെ പിഴവ് ചെയ്യുന്നത്. E4 കളിച്ച് പാവ് നേടാൻ ശ്രമിച്ചെങ്കിലും ഈ നീക്കം വൈറ്റിന് ഒരു ശക്തമായ ക്വീൻ ട്രാപ്പ് ഒരുക്കാനുള്ള അവസരം നൽകുന്നു. വൈറ്റ് നൈറ്റ് G5ലേക്ക് നീക്കുന്നു. ഈ നീക്കത്തിലൂടെ നൈറ്റ് നേരിട്ട് E4ലെ ബ്ലാക്കിന്റെ പാവിനെ ആക്രമിക്കുന്നു. അതോടൊപ്പം F7 എന്ന ദുർബലമായ സ്ക്വയറിന്മേലും സമ്മർദ്ദം സൃഷ്ടിക്കുന്നു. ഈ ഇരട്ട ഭീഷണിയെ നേരിടാൻ ബ്ലാക്ക് നൈറ്റ് F6ലേക്ക് വികസിപ്പിച്ച് E4 പാവിനെ സംരക്ഷിക്കുകയും വൈറ്റിന്റെ ആക്രമണത്തെ പ്രതിരോധിക്കാനും ശ്രമിക്കുന്നു. ഇപ്പോൾ വൈറ്റ് D3 കളിക്കുന്നു. ഈ നീക്കത്തിലൂടെ E4ലെ ബ്ലാക്കിന്റെ പാവിന് നേരെയുള്ള സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നു. അതോടൊപ്പം C1ലെ ബിഷപ്പിന് വഴി തുറക്കുകയും വൈറ്റിന്റെ പീസുകളുടെ വികസനത്തിന് സഹായിക്കുകയും ചെയ്യുന്നു. ബ്ലാക്ക് E4ലെ പാവ് ഉപയോഗിച്ച് D3യിലെ പാവിനെ വെട്ടുന്നു. വൈറ്റ് ഉടൻ തന്നെ ബിഷപ്പ് ഉപയോഗിച്ച് D3യിൽ തിരിച്ചുവെട്ടി തന്റെ പീസ് സജീവമാക്കുന്നു. എന്നാൽ ഇവിടെ ബ്ലാക്ക് അടുത്ത വലിയ പിഴവ് ചെയ്യുന്നു. H6 വൈറ്റിന്റെ നൈറ്റിനെ ഓടിക്കാനാണ് ഈ നീക്കം. പക്ഷേ അതിനിടെ ബ്ലാക്ക് വികസനവും രാജാവിന്റെ സുരക്ഷയും അവഗണിക്കുന്നു. ഇതാണ് പിന്നീട് ക്വീൻ ട്രാപ്പിലേക്ക് നയിക്കുന്ന നിർണായക പിഴവ്. വൈറ്റ് നൈറ്റ് F7 സ്ക്വയറിനെ ആക്രമിക്കുന്നു. ഇതൊരു സാധാരണ ആക്രമണമല്ല. ബ്ലാക്കിന്റെ രാജാവിനും റൂക്കിനും നേരെ ഒരേസമയം ആക്രമണം സൃഷ്ടിക്കുന്ന ശക്തമായ ഒരു നൈറ്റ് ഫോർക്കാണ് ഇത്. എന്നാൽ ഈ കോമ്പിനേഷൻ പൂർത്തിയാക്കാൻ വൈറ്റ് മനോഹരമായ ഒരു നൈറ്റ് സാക്രിഫൈസ് നടത്തുന്നു. ബ്ലാക്ക് രാജാവിന് നൈറ്റിനെ വെട്ടുകയല്ലാതെ മറ്റൊരു മാർഗമില്ല. ഇപ്പോൾ വൈറ്റ് ബിഷപ്പ് G6ലേക്ക് നീക്കി ചെക്ക് നൽകുന്നു. ഇത് ഒരു സാധാരണ ചെക്ക് അല്ല, അതിശയകരമായ ഒരു ബിഷപ്പ് സാക്രിഫൈസ് ആണ്. ഈ സാക്രിഫൈസിലൂടെ D5 പൂർണ്ണമായി തുറക്കപ്പെടുന്നു. അതോടൊപ്പം D സ്ക്വയറുകളിലെ നിയന്ത്രണവും വൈറ്റിന് ലഭിക്കുന്നു. ബ്ലാക്ക് രാജാവിന് ബിഷപ്പിനെ വെട്ടുകയല്ലാതെ മറ്റൊരു വഴിയില്ല. എന്നാൽ അതോടെ ബ്ലാക്കിന്റെ പ്രതിരോധം തകരുകയും ഒടുവിൽ ബ്ലാക്കിന്റെ ക്വീൻ നഷ്ടമാകുകയും ചെയ്യുന്നു. ഇതാണ് ഈ കോമ്പിനേഷന്റെ യഥാർത്ഥ സൗന്ദര്യം. ഈ ട്രാപ്പ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യൂ. ഇനിയും ഇത്തരത്തിലുള്ള ചെസ് ട്രാപ്പുകളും ടാക്ടിക്സുകളും പഠിക്കാൻ ചെക്ക്മേറ്റ് മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.